ഹായ് ഓൾ. ഇപ്പോൾ എന്തുകൊണ്ട് എക്സ്പോ, എവിടെയാണ് എക്സ്പോ, എന്തുകൊണ്ട് മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും എക്സ്പോ യുണീക്ക് ആവുന്നു? എക്സ്പോ ടോട്ടൽ 5 ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് എക്സ്പോ ഡൗൺ ടൗൺ, അതുപോലെ രണ്ടാമതായിട്ട് വരുന്നത് എക്സ്പോ ഹിൽസ്, മൂന്നാമതായിട്ട് വരുന്നത് എക്സ്പോ വാലി, നാലാമതായിട്ട് വരുന്നത് എക്സ്പോ ബിസിനസ്, അഞ്ചാമതായിട്ട് വരുന്നത് എക്സ്പോ ഫീൽഡ്. ഈ 5 ഡിസ്ട്രിക്റ്റുമാണ് എക്സ്പോ ടോട്ടലായിട്ട് രൂപീകരിക്കപ്പെട്ടത്. എക്സ്പോ 2020 ദുബായിൽ 190 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അവരുടെ സാങ്കേതിക വിദ്യകൾ, അവരുടെ കൾച്ചറുകൾ, അവരുടെ ആശയവിനിമയങ്ങളെല്ലാം ഒത്തിണങ്ങിയതായിരുന്നു ദുബായ് എക്സ്പോ 2020. അതുപോലെ തന്നെ അവരുടെ ബിസിനസ്, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവരുടെ ബിസിനസ് അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത പ്രശ്നം എന്ന് വെച്ചാൽ പാർക്കിംഗ് ഇഷ്യൂ ആയിരുന്നു. അവിടെ ആൾക്കാരെ കൂടുതലും സ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ മണിക്കൂറോളം 25 ദിർഹംസോളം അവിടെ പാർക്കിങ്ങിന് മാത്രം അവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ നമ്മുടെ എക്സ്പോയിലോട്ട് വരുമ്പോൾ അതെല്ലാം സെറ്റാണ്. അവിടെ ഓൾറെഡി എല്ലാം പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സോ അവിടുത്തെ പാർക്കിംഗ് കൺട്രോളിൻ്റെ അവിടെ ഒരു പ്രശ്നം വരത്തില്ല. അതുപോലെ തന്നെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ബിൽട്ടാണ്. റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സ്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സ് എല്ലാം അവിടെ ഓൾറെഡി തന്നെ ഉണ്ട്. ഇപ്പോൾ എക്സ്പോ അതുകൊണ്ട് ഓൾറെഡി എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ബിൽട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇതുപോലുള്ള ഇഷ്യൂസ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എവിടെയെന്ന് വെച്ചാൽ ദുബായ് സൗത്തിലാണ്. ദുബായ് സൗത്തിൽ നിങ്ങൾക്ക് എല്ലാവരും അറിയാമല്ലോ, അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട് മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കെന്ന് വെച്ചാൽ 128 ബില്യൺ ദിർഹംസാണ് അവിടെ മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ എക്സ്പോയ്ക്ക് മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ 37 ബില്യൺ ദിർഹംസ്. അതുപോലെ തന്നെ ന്യൂ ദുബായിക്ക് മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്തത് 30 ബില്യൺ ദിർഹംസ്. സോ ഇത്രയും പൈസ അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ ന്യൂ ദുബായ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എക്സ്പോ കമ്മ്യൂണിറ്റി അറിയപ്പെടുന്ന പറഞ്ഞാൽ 50 മിനിറ്റ്സ് ഓഫ് ദ സിറ്റിയാണ്. അവിടുത്തെ ഏതൊരു ഡിസ്ട്രിക്റ്റിൽ പോയാലും നിങ്ങൾക്ക് 15 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അവിടെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പോ ഒരു ഗവൺമെൻറ് ബാക്ക് ആയിട്ടൊരു ഡെവലപ്മെൻറ്റാണ്. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡെവലപ്പറാണ് എക്സ്പോ. സോ നമ്മുടെ എന്ത് കാര്യത്തിലും നമുക്ക് അവിടെ ഒരു പേടിയും വേണ്ട. വൺ ഓഫ് ദ ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് എക്സ്പോ. എക്സ്പോ 2020 ഇപ്പോൾ അവസാനിച്ചിട്ട് 4 വർഷം ആവുകയാണ്. അപ്പോൾ ഇനിയും അവിടെ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് എക്സിബിഷൻസ്, ഇവൻറ്റ്സ് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അത്രത്തോളം ആൾക്കാർ ഇനിയും അവിടെ വരും. അപ്പോൾ എക്സിബിഷൻ ഇവൻറ്റ്സും കാണാനായിട്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ്പോ പോലുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എക്സ്പോയിൽ അവിടെ താമസിക്കുന്നവർക്കറിയാം അവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നും അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്. അപ്പം എക്സ്പോ ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അതുമാത്രമല്ല നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ എക്സ്പോ വരുന്നത്. അപ്പോൾ ലീഡിങ് ബിസിനസ്സായ DP വേൾഡ്, അതുപോലെ തന്നെ NG ഫ്രം ഫ്രാൻസ്, ടെർമിൻസ് ഓഫ് ചൈന, ഇതെല്ലാം നമ്മുടെ എക്സ്പോയിലോട്ട് മൂവ് ആവുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് എക്സ്പോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പോയുടെ സൈസ് വരുന്നതിൽ 1083 ഏക്കേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ദുബായുടെയും അബുദാബിയുടെയും ബോർഡറിലായതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ലിവിങ്, ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ഗ്രീൻ കമ്മ്യൂണിറ്റി ഇതെല്ലാം ഇവർ എക്സ്പോയിൽ ഓഫർ ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ദുബായ് സൗത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ 37,000 ലെസ് ഗ്രീനറിയാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ 2,168 അപ്പാർട്ട്മെൻറ്റ്സും അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്സ്, അതുപോലെ തന്നെ എല്ലാം അവിടെ ഓൾറെഡി ബിൽട്ടാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ബിൽട്ടാണ്. സോ എക്സ്പോ ഈസ് ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ എക്സ്പോയിലെ പ്രോപ്പർട്ടീസ് എല്ലാം അപ്രിഷിയേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ മെയിൻ കണക്ടിവിറ്റി തന്നെയാണ്. നമ്മുടെ വേൾഡസ്റ്റ് ലാർജസ്റ്റ് എയർപോർട്ടായ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ എക്സ്പോ 2020 മെട്രോ സ്റ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ എത്തിഹാദ് റെയിലും ഇതിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ലൂപ്പ് ഹോൾ, അങ്ങനെ എയർ ടാക്സി, അങ്ങനെ ഒട്ടനവധി ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഇപ്പോഴും നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല. നിങ്ങളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ എക്സ്പോ ഇസ് ദ ബെസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ദുബായ് റിലേറ്റഡ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ദുബായ് റിയൽ എസ്റ്റേറ്റ് അപ്ഡേറ്റ്സുമായിട്ടും അതുപോലെ തന്നെ ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.